ഇംഗ്ലീഷും നമ്മുടെ ഭരണഭാഷയാണ്. ഇന്ത്യയിൽ 2 ഭരണഭാഷകളുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഇത് രണ്ടും തന്നെ വൈദേശികരാൽ സൃഷ്ടിക്കപ്പെട്ടതും ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടതുമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൂക്കത്തൊരു പക്ഷെങ്കിൽ വിരൽ വെച്ചേക്കാം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇംഗ്ലീഷ് ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് വിദേശ ഭാഷയാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഹിന്ദിയും വിദേശിയാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഷയാണ്. നമുക്കറിയാവുന്ന പോലെ മധ്യ ഇന്ത്യയിലെ 12 ബോലി ഭാഷകളെ രൂപീകരിച്ചുകൊണ്ട് 1870-കളിൽ 65 മുതൽ ഉള്ള കാലഘട്ടത്തിലൂടെ പ്രവർത്തനത്തിന് വന്ന പ്രിയപ്പെട്ട ശാമുവൽ ഹെൻറി കെല്ലേങ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മിഷണറി, പ്രെസ്ബിറ്റേറിയൻ മിഷണറി, ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ഹിന്ദി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഭാഷ രൂപീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ 12 ബോലി ഭാഷകളെ ഒരുമിച്ചാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഹിന്ദുസ്ഥാനികളൊക്കെ ആയിരുന്ന ഭാഷകളാണത്. അത് എല്ലാം കൂടെ മാറ്റിയിട്ട് അതിന് പകരമായി ഹിന്ദി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ശാമുവൽ ഹെൻറി കെല്ലേങ് എന്നുള്ള ഒരു മിഷണറിയാണ്. അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു, പ്രെസ്ബിറ്റേറിയൻ സഭയുടെ പ്രവർത്തകനായിരുന്നു. അപ്പം നമുക്ക് മിഷണറിമാരോടുള്ള വൈരാഗ്യവും മിഷണറി പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഹിന്ദി ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നതായിട്ടുള്ള ശാമുവൽ ഹെൻറി കെല്ലേങ്ങിനെയും അദ്ദേഹം രൂപീകരിച്ച ഹിന്ദിയെയും നമുക്ക് തമസ്കരിക്കണം. അത് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കണം. കാരണം നമ്മുടെ പൗരാണികമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ നൂതനമായിട്ടുള്ള 200 വർഷം പോലും തികയാത്ത 150, 160, 165 വർഷം മാത്രം പഴക്കമുള്ള ഹിന്ദി ഭാഷയെ നമ്മൾ എന്തിനാണ് നമ്മുടെ ദേശീയ ഭാഷയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഭാഷയായിട്ടോ ഉൾക്കൊള്ളുന്നത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ആട്ടിപ്പായിക്കാം. അതേപോലെ തന്നെ അംഗ്രേസി നമുക്ക് ആട്ടിപ്പായിക്കാം. ആംഗ്ലേയ ഭാഷ നമുക്ക് വേണ്ട എന്ന് ശബ്ദം ചെയ്യാം. അങ്ങനെ 2 ഭാഷകളും നമ്മൾ എടുത്തു കളയാം. പിന്നീട് ഉള്ളത് ബാക്കിയുള്ള ലോക്കൽ വെർണാക്കുലർ ലാംഗ്വേജുകളാണ്. ഈ വെർണാക്കുലർ ലാംഗ്വേജുകളും നമുക്കൊന്ന് ചിന്തിക്കാം. പല ലാംഗ്വേജുകളും ഇപ്പോൾ ഉറുദു ആണെങ്കിൽ, ഉറുദു അന്നത്തെ മുഗളന്മാരുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഇവിടെ പ്രചാരത്തിൽ വരികയും അവരുടെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ് മാത്രമല്ല അവരുടെ മാതൃഭാഷയായിട്ട് ഉറുദു പല ആളുകളും അംഗീകരിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ നമുക്കറിയാം മുസ്ലിം കുടുംബങ്ങളിൽ ധാരാളമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതും ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മിഷണറിയുടെ കോൺട്രിബ്യൂഷനാണ്. അതും ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു മിഷണറി, അദ്ദേഹമാണ് അത് രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇപ്പോൾ ഹൈദരാബാദിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട്, ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഞാനവിടെ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഭാഷയും വേണ്ട എന്ന് വെക്കാം. അപ്പോൾ ഉറുദു ഭാഷയും ഇന്ത്യയിൽ ഉണ്ടാകുകയില്ല. പിന്നുള്ളത് നമുക്ക് ലോക്കലായിട്ടുള്ള ഭാഷ, മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മലയാള ഭാഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്നാണ്. ആയിരുന്നു. എങ്ങനെ? മലയാളമയുടെ, നോട്ട് മലയാളത്തിൻ്റെ അല്ല, മലയാളമയുടെ പിതാവാണ് അദ്ദേഹം. പക്ഷേ മലയാള ഭാഷ നമ്മളിന്ന് കാണുന്ന രീതിയിൽ എഴുത്ത് ഭാഷയായിട്ട് ഗദ്യ ഭാഷയായിട്ട് നമുക്ക് ഉരുവാക്കി തന്നത് പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. അതിലൊന്ന് ഹെർമൻ കുണ്ടത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വ്യാകരണം എഴുതിയെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ റവറൻ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അവർ 2 പേരും കൂടെ 2 സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഒന്ന് മലബാർ മേഖലയിലും മറ്റൊന്ന് തിരുവിതാംകൂർ മേഖലയിലും 1817 മുതലുള്ള കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. മലയാള ഭാഷയുടെ വളർത്തച്ഛനെന്നറിയപ്പെടുന്ന ഹെർമൻ കുണ്ടറ്റും അതേപോലെ ആദ്യമായിട്ട് പദ്യത്തിൽ നിന്ന് ഗദ്യരൂപത്തിലേക്ക് മലയാളത്തെ കൊണ്ടുവന്നിട്ടുള്ള റവറൻ ബെഞ്ചമിൻ ബെയ്ലി, അവരെയൊക്കെ നമുക്ക് തിരസ്കരിക്കാം.